ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എന്തിനാടി ഞങ്ങൾ ഉപദ്രവിക്കാൻ ഈ വീട്ടിൽ നിൽക്കുന്നേ? നിനക്ക് ഇറങ്ങി പോയിക്കൂടെ? അങ്ങനെ പോണെങ്കിലേ കുറച്ചെങ്കിലും അന്തസ് വേണം. നിനക്കതില്ലല്ലോ. നിന്നോടല്ലേ ഞാൻ ചോദിച്ചേ? പൂർണിമയുമായിട്ടോ ആ വീടുമായിട്ടോ ഒരു ബന്ധം വേണ്ടെന്ന് നിന്നോട് ഞാൻ പറഞ്ഞല്ലേ? പിന്നെ എന്തിനാ നീ വീണ്ടും വലിഞ്ഞു കയറി വന്നേ? നിന്റെ നാവിറങ്ങിപ്പോയോ? മറുപടി പറയൂ. ഇവള് വരും. ഇവളുടെ മനസ്സിലിരിപ്പ് എനിക്ക് നന്നായിട്ട് അറിയാം. എങ്ങനെയെങ്കിലും ഈ കല്യാണം അങ്ങ് മുടക്കണം. അതല്ലേടി നിന്റെ ഉദ്ദേശം? അയ്യോ, ഞാൻ അങ്ങനെയൊന്നും സ്വപ്നത്തില് പോലും ഓർത്തിട്ടില്ല. പിന്നെ നീ എന്തിനാ വന്നേ? പൂർണിമ ചേച്ചി വരണമെന്ന് പ്രത്യേകം പറഞ്ഞു. അതുകൊണ്ട് മാത്രം ഞാൻ വന്നത്. ഓ, അവളുടെ ഒരു ന്യായം. എടി, വരണോന്ന് പറഞ്ഞ് ക്ഷണിച്ചത് അവരുടെ മര്യാദ എന്ന് കരുതി ഉടനെ ചാടിക്കറി പോവാണോ വേണ്ടത്? ഇതൊന്നുമല്ല, ആഷി പറഞ്ഞതാ ശരി. ഏതെങ്കിലും പേര് പറഞ്ഞ് അവിടെ കയറി വന്ന് എന്റെ മോളുടെ ജീവിതം നശിപ്പിക്കണം. അതെ, ഇവൾക്ക് ലഭിക്കാത്ത ഭാഗ്യം എനിക്ക് കിട്ടിയതിന്റെ നല്ല കുശുമുണ്ട് ഇവളുടെ മനസ്സിൽ. അതെ, നീ അസൂയപ്പെട്ടിട്ട് ഒരു കാര്യമില്ല. നിന്റെ അമ്മയുടെ പേരും പ്രശസ്തിയും വെച്ചിട്ടുള്ള ആലോചന നിനക്ക് വരും. അതിന് സങ്കടപ്പെട്ടിട്ട് ഒരു കാര്യമില്ല. ഒരു വിവാഹം വേണമെന്നൊന്നും ഞാൻ ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ല. അഷി എന്റെ അനുജത്തിയാ. ഇവളോട് എനിക്ക് ഒരിക്കലും കുശുമ്പോ അസൂയ ഒന്നും തോന്നില്ല. അഷിക്ക് നല്ലൊരു ജീവിതം കിട്ടുന്നതില് ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ഞാൻ തന്നെയാ. നീ പറയുന്നത് ഞങ്ങൾ അങ്ങ് വിശ്വസിക്കല്ലേ? എടി പെരുങ്കള്ളി, നീ പറഞ്ഞത് കള്ളമാണെന്ന് നിന്റെ മുഖത്ത് തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. ഓഹോ, പിന്നെ നീ എന്തിനാ കിരണിനെ കൂട്ടി വന്നത്? ഞങ്ങളാരും നിന്നെ സ്വന്തമായിട്ട് കാണുന്നില്ലെങ്കിലും ചിറക്കൽ വീട്ടിലെ കുട്ടിയാണെന്നൊരു പേര് നിനക്ക് നാട്ടിലുണ്ട്. കണ്ടവന്മാരുമായി കറങ്ങി നടന്ന് കുടുംബത്തിന് നാണക്കേട് ഉണ്ടാക്കി വെക്കരുത്. പൂർണിമേച്ചിയാ കിരണിനോടും വരാൻ പറഞ്ഞത്. അല്ലെങ്കിൽ നീ പോകുന്ന സ്ഥലത്തൊന്നും കിരൺ വരാറില്ലല്ലോ അല്ലേ? എന്റെ നാത്തൂനെ, അഷിയുടെ നിശ്ചയത്തിന്റെ സമയത്ത് അറിയാതെ എല്ലാരും കൂടി കിരണിനെ ഇവളുടെ വരുംകാല കെട്ടിയവനാക്കിയില്ലേ? അത് മുതലെടുക്ക രണ്ടാളും കൂടി. അതെ, അല്ലെങ്കിൽ പിന്നെ ഇവർക്ക് അന്നേ തിരുത്തി പറയാറുന്നില്ലേ? തിരുത്തി പറയാനോ? അതെങ്ങനെ? രണ്ടുപേരും കൂടി ആഗ്രഹിച്ച കാര്യമല്ലേ അത്? കുറെ നാളുകളായിട്ട് അവന്റെ പിറകെ ബൈക്കിൽ കയറി കറങ്ങുകയല്ലേ അവളുടെ പണി. നീ ഒരു കാര്യം ഓർത്തോ, നിന്റെ മനസ്സിൽ അങ്ങനെ എന്തെങ്കിലും സ്വപ്നം ഉണ്ടെങ്കിൽ വേരോടെ പിഴുതു കളഞ്ഞേക്ക. വസുമതി വീട്ടിലുള്ളിടത്തോളം അവനെ നിന്നെ ഒന്നിക്കാൻ സമ്മതിക്കില്ല. കേട്ടോടി? അതിന് നമ്മുടെ സമ്മതി ഇവൾക്ക് ആവശ്യമില്ലല്ലോ, അല്ലടി? ഞാൻ എന്ത് പറഞ്ഞാലും നിങ്ങൾ ആരും വിശ്വസിക്കില്ലല്ലോ. എങ്ങനെ വിശ്വസിക്കും? അങ്ങനെയല്ലേ നിന്റെ പെരുമാറ്റം. നീ ആരുടെ കൂടെ വേണമെങ്കിലും കറങ്ങി നടന്നോ, അതിലൊന്നും എനിക്ക് ഒരു കുഴപ്പമില്ല. പക്ഷെ എന്റെ ജീവിതം നശിപ്പിക്കാൻ എന്റെ കുറുകെ നീ വരരുത്. അവസാനമായിട്ട് പറയാ, ഇനി ഒരിക്കൽ കൂടി നിന്റെ ഭാഗത്തുനിന്ന് ഇത്തരം ഒരു പെരുമാറ്റം ഉണ്ടായാ അറിയാലോ നിനക്കെന്നെ. ഓടി. മാറി അങ്ങോട്ട്. എന്തിനാടി ഞങ്ങൾ ഉപദ്രവിക്കാൻ ഈ വീട്ടിൽ നിൽക്കുന്നേ? നിനക്ക് ഇറങ്ങി പോയിക്കൂടെ? അങ്ങനെ പോണെങ്കിലേ കുറച്ചെങ്കിലും അന്തസ് വേണം. നിനക്കതില്ലല്ലോ.
ഐശ്വര്യ മോളോ? അല്ല, മോളെന്താ ഒരു മുന്നറിയിപ്പും ഇല്ലാതെ? അത് അർജുൻ ഇവിടെ ഇല്ലല്ലോ. അറിയാം അമ്മേ, ഞാൻ അമ്മയെ തന്നെ കാണാൻ വന്നതാ. കുറച്ചുനേരം അമ്മയോട് സംസാരിച്ചിരിക്കാന്ന് കരുതി. അത് നന്നായി. ഇവിടെ ഇപ്പൊ ഞാനും ബോറടിച്ചിരിക്കുക. മോൾ അകത്തേക്ക് വാ. അതൊക്കെ അവിടെ വെച്ചിട്ട് ഐശ്വര്യ മോൾക്ക് കുടിക്കാൻ എന്തെങ്കിലും എടുക്ക്. മോളെ വാ. മോളെ ഇരിക്കേ. ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വീട്ടിലേക്ക് വിളിപ്പിക്കുന്നതില് മോൾക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവുന്നില്ലല്ലോ അല്ലേ? ഏയ്, എന്ത് ബുദ്ധിമുട്ട്. എനിക്ക് അമ്മയോടൊപ്പം സംസാരിച്ചിരിക്കാൻ ഭയങ്കര ഇഷ്ടാ. അതുകൊണ്ട് അമ്മ വിളിച്ചില്ലെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇങ്ങോട്ട് വരും. സന്തോഷം. നിനക്ക് എപ്പോ വേണമെങ്കിലും ഇവിടേക്ക് വരാം. ഞാനൊരു ദിവസം അങ്ങോട്ട് വരാൻ വേണ്ടി ഇരിക്കുക, അമ്മയെ കാണാൻ. വിവാഹകാര്യം അമ്മയോടും അച്ഛനോടും ഒക്കെ സംസാരിച്ച് നമുക്ക് ഉറപ്പിക്കണ്ടേ? അല്ല, അമ്മയല്ലേ രാജകുടുംബത്തിലെ അംഗമാണെന്ന് പറഞ്ഞത്? അമ്മയുടെ അമ്മ. ഓ, മുത്തശ്ശിയായിരുന്നു രാജകുടുംബത്തിലെ അംഗം. മോളുടെ മോതിരം അന്നിവിടെ മിസ്സായില്ലേ? എന്റെ കയ്യിലായിരുന്നു അന്നത് കിട്ടിയത്. ഓ,